ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബർത്ത്ഡേ പർച്ചേസിംഗ് ആണ്. ഇപ്പോൾ കുറേ കമൻസ് വരും, നിങ്ങളുടെ വീട്ടിൽ ഈ ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഗായ്സ്, നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? 10 പേരുണ്ട് നമ്മൾ. അപ്പം ഈ 10 ആൾക്കാരുടെയും പിറന്നാളും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, 3 ആൾക്കാരുടെ വെഡിങ് ആനിവേഴ്സറിയും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് നമ്മൾ പിള്ളേരുടെ മാത്രം ആഘോഷിക്കാറുള്ളെങ്കിലും വെഡിങ് ആനിവേഴ്സറിയും നമ്മുടെ വലിയയുടെ പിറന്നാളായാലും നമ്മൾ എന്തായാലും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇപ്പോൾ നാളെ നമ്മുടെ കാശിക്കുട്ടൻ്റെ, നാളെ എന്ന് ഉദ്ദേശിക്കുന്നത് നവംബർ 22 ആണ് കാശിക്കുട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ 22-ന് നമ്മൾ ആഘോഷിച്ചില്ല, നമ്മൾ നാളാണ് എടുക്കുന്നത്. നമ്മളൊക്കെ പണ്ട് നാളല്ല എടുത്തിരുന്നത്, ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു നാളെ തന്നെയാണ് എടുത്തിരുന്നത്. ഡേറ്റ് എടുക്കല് കുറവാണ്. അപ്പം ഇപ്രാവശ്യം എന്തായാലും നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് നാളാണ് എടുത്തിട്ടുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറൂസിൻ്റെയും ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ളൂ. പാറൂസിൻ്റെയും കാശിക്കുട്ടൻ്റെയും ഒരേ മാസമാണ്. നവംബർ 5 പാറു, നവംബർ 22 കാശിക്കുട്ടൻ. അപ്പം 2 പേരുടെയും പിറന്നാൾ ഒരു മാസമാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അടുത്തടുത്ത് ആയ പോലെ തോന്നും. കാശിക്കുട്ട ഓക്കെ. അപ്പം ഇപ്രാവശ്യം കാശിയുടെ പിറന്നാൾ നമ്മൾ മാത്രമായിട്ട് ഒതുക്കിയിട്ടുള്ളൊരു പിറന്നാളാണ്. അവൻ്റെ 1ാമത്തെ പിറന്നാൾ നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു. പാറുവിൻ്റെ ആയാലും ഇപ്രാവശ്യത്തെ പിറന്നാൾ നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരെയും വിളിച്ച് എന്താ പറയുക, നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് വേണ്ട അല്ലേ ഏട്ടാ? അങ്ങനെ വിചാരിച്ചിട്ടാണ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിക്കുമ്പോൾ എങ്ങനെയായാലും അവർക്കായാലും ചിലവല്ലേ, എങ്ങനെ കൈയും വീശിയിട്ട് ഇപ്പോൾ വരും. ഏതെങ്കിലും ഒരു രീതിയിലായാലും അവരെന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുടുംബയോഗത്തിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു വലിയ കേക്കൊക്കെ കൊണ്ടു തന്നത്. അപ്പം അങ്ങനെയായാലും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഇത്രയും അടുപ്പിച്ചൊരു 3 ആഘോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അത് വേണ്ട. അപ്പം നാളെ എന്തായാലും ഒന്ന് അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകണം അവനെ. അതേപോലെ 2ാമത്തെ പിറന്നാളാണ് കേട്ടോ, അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകണം. പിന്നെ വൈകിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും കീത്തുൻ്റെ അവിടുന്നും ഉണ്ടാവും. അത്രമാത്രം അയൽവക്കത്തുനിന്ന് പിള്ളേരെയും വിളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോണത് കാശിക്കുട്ടന് 1-2 ജോഡി ഡ്രസ്സൊന്ന് എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ബലൂൺസും കാര്യങ്ങളും അങ്ങനത്തെ പർച്ചേസിങ്, കേക്ക് ഓർഡർ ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പിറന്നാൾ പർച്ചേസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോണേക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണ പ്രൊഡക്റ്റ് അഗാരോൻ്റെ ഇമ്പീരിയർ എയർ പ്യൂരിഫയർ ആണ് കേട്ടോ. ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2 സൈഡിൽ എയർ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ യൂസർ മാനുവൽ ഉണ്ട്, മാത്രമല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു റിമോട്ടും കൂടെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഫുള്ള് വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ഒരു ടച്ച് പേഡിലാണ്. ഓട്ടോ, സ്പീഡ്, സ്ലീപ്പ്, ടൈമർ ഇതെല്ലാം നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു LED ലൈറ്റ് തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇതിൽ സ്ലീപ്പ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ടച്ച് പേഡിലത്തെ എല്ലാ ലൈറ്റ്സും ഓഫ് ആവും. പിന്നെ സൈലൻറ്റ് മോഡിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് മാറും കേട്ടോ. പിന്നെ ഇതിൽ ചൈൽഡ് ലോക്കും കൂടി ഉണ്ട്. അപ്പോൾ കുട്ടികളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മോഡ് മാറുന്നുള്ളൊരു ടെൻഷൻ വേണ്ട, യാതൊന്നും സംഭവിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചൈൽഡ് ലോക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹെപ്പ ഫിൽട്രേഷൻ GV പ്യൂരിഫിക്കേഷനിലൂടെയാണ് കേട്ടോ നമ്മുടെ എയർ ഫിൽറ്റർ ചെയ്യുന്നത്. മാത്രമല്ല 3 ഫിൽറ്ററാണ് ഇതിലുള്ളത്. നമുക്ക് ഈ ഫിൽറ്റർ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അന്തരീക്ഷം ഒരു ചന്ദ്രത്തിരി കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പെട്ടെന്ന് തന്നെ ഈ ഒരു റെഡ് കളറിലേക്ക് മാറും. ഇൻഡിക്കേഷൻ റെഡിലേക്ക് മാറിയെന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ കംപ്ലീറ്റ് ആയിട്ട് പൊല്യൂട്ട് ആയെന്ന് പറയാം കേട്ടോ. പതിയെ അത് ഓറഞ്ചിലേക്കും പിന്നെ അത് ഗ്രീനിലേക്കും മാറുന്നത് കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ ലിങ്കൊക്കെ എന്തായാലും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഈ 3 ഫിൽറ്റേഴ്സും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ തിരിച്ച് റീസെറ്റ് ചെയ്യാനായിട്ടും വളരെ എളുപ്പമാണ്. ഇത് വാഷബിൾ ആണ്, നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പത്തിൽ പറ്റും. ഈ ഫിൽറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് 0.1% വരെയുള്ള പാർട്ടിക്കിൾസിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് തരും നമ്മുടെ എയറിനെ. എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുള്ളത് നല്ലതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ
നമ്മളപ്പോൾ എല്ലാ പ്രാവശ്യവും കൊടുങ്ങല്ലൂരാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാറുള്ളത്. ഇപ്രാവശ്യം നമുക്കതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 പീടികയിലാണ് പോയത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു ബേബി സ്റ്റുഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോയതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 3 പീടികയിലുള്ള സ്ഥലമാണ്. നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടേക്ക് ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായി. പക്ഷേ സെക്കൻഡ് ടൈം വന്നപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്നും ഇവിടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്ന് കയറിയത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സുഡിയോ ഉണ്ടല്ലോ, സുഡിയോ ടൈപ്പ് ഡ്രസ്സുകൾ, അങ്ങനത്തെ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് കാശിക്കൂട്ടന് ഷർട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് പിറന്നാളും നമ്മുടെ സെലിബ്രേഷനൊക്കെ ഒരു ദിവസമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം രാവിലെ കറുത്ത ഷർട്ടും കസവും കൊണ്ട് ഉടുപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് ഇട്ട് നോക്കിയപ്പോൾ അവന് പക്കയായിരുന്നു കേട്ടോ അത്. പിന്നെ വേറൊരു ഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഫുൾ സ്ലീവിൻ്റെ, നമ്മളിങ്ങനെ മടക്കി വയ്ക്കുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു അത്. പക്ഷേ ഏട്ടൻ പറഞ്ഞു വേണ്ട, ഇതിട്ടാൽ മതി, ഏട്ടൻ ഇതാ ഇഷ്ടമായത്. പിന്നെ ഈ ഒരു പാൻറ്റും ഈ ഒരു ഷർട്ട് എടുത്തു. നല്ല പൈസയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് 2 ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ഒരു 2500-600 രൂപയായി നമ്മൾ ഈ 2 ഡ്രസ്സ് എടുത്തപ്പോൾ. ഒരു ഷർട്ടും 2 പാൻറ്റും 2 ഷർട്ടും 2 പാൻറ്റും എടുത്തപ്പോൾ തന്നെ 2600 സംതിങ് ആയി. അപ്പോൾ എന്താ പറയുക, പൈസ അത്യാവശ്യം വേണം, എന്നാലും നല്ല രസമുള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു 2 പാൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആൺകുട്ടികൾക്ക് പാൻറ്റുകളൊക്കെ തന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്യാമല്ലോ, ജീൻസിൻ്റെ പാൻറ്റൊക്കെ. അപ്പോൾ എന്തായാലും പൈസ ഓക്കെ, പിറന്നാളിനൊക്കെ നമ്മളിങ്ങനെ മേടിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവന്മാരെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ കളിപ്പാട്ടത്തുമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞ് വാശിയാവും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അത് മേടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു സ്റ്റോറിക്ക്, നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, എല്ലാതും നമ്മൾ കൊടുങ്ങല്ലൂരും തൃപ്പയാറും സ്റ്റക്കായി നിൽക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഷോപ്പും നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നു. പിന്നെന്താ, നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പണ്ട് പാറുവിൻ്റെ പിറന്നാളിനൊക്കെ ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുറച്ച് ബലൂൺസും അതേപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ളൊരു അരങ്ങും അങ്ങനെയൊക്കെ മേടിക്കാൻ വെച്ചു. ഞാൻ കാറിലാണ് ഇട്ടിരുന്നത്, ഏട്ടനാണ് പോയി മേടിച്ചത്. നമ്മൾ പച്ച ഈ ഒരു കളർ ബലൂൺ എടുക്കാറില്ല, നമ്മളെപ്പോഴും ഒരു കോംബോ വരുന്നത് വൈറ്റും ബ്ലാക്കും, വൈറ്റും ബ്ലൂവും, റെഡ്, നല്ല ചില്ലി റെഡ് അങ്ങനെയൊക്കെ വരാറുള്ളത്, അല്ലെങ്കിൽ നല്ല നേവി ബ്ലൂ. ഇപ്പോൾ ചേട്ടൻ നല്ലൊരു വൈറ്റും പച്ചയാണ് എടുത്തത്. പിന്നെ സ്പൈഡർമാൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു അരങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്പൈഡർമാൻ്റെ ഒരു സംഭവമൊന്നും അങ്ങനെ അറിയാറായിട്ടൊന്നുമില്ല അവന്, അതൊന്നും അറിയത്തേ ഇല്ല. എന്നാലും ഓക്കെ, അത് എടുത്തു. പിന്നെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാനില്ല, നമ്മൾ ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ പാറുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ മതി. പിന്നെ എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് വേറെ മേടിക്കേണ്ടതെന്ന് വെച്ചു. 2 ജോഡി ഡ്രസ്സ് തന്നെ അടിപൊളി വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഇനി അവന് വേറെ ഒന്നും മേടിക്കേണ്ട, ആ ഡ്രസ്സ് തന്നെ മതി എന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവൻ എണീറ്റ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കുറേ ഉമ്മൊക്കെ കൊടുത്തതിൻ്റെ ടാറ്റു ആണ് കാണുന്നത്, എൻ്റെ ലിപ്സ്റ്റിക് ടാറ്റൂസാണ് കാണുന്നത് മൊത്തം. പിന്നെ എനിക്ക് വേറൊരു 1-2 ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു, എനിക്ക് സ്റ്റിച്ച് ചെയ്തതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറാനുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഈശ്വര ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെയല്ല, ഞാൻ ഒരു സമയത്തുമ്പോൾ ഞാൻ ഒരുപാട് ഡ്രസ്സ്, അതായത് ഞാൻ മേടിച്ചിട്ടുള്ളതും എൻ്റെ കയ്യിലുള്ളതൊക്കെ കൂടെ ഒരുമിച്ച് കൊടുക്കും. എന്നിട്ട് പാർട്ടായിട്ട് മേടിക്കും, എനിക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് മേടിക്കും, അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതേ പരിപ്പോടെ മേടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ പാറു എത്തിയിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പോടെ. അപ്പോൾ പരിപ്പോടെ മേടിക്കാനായിട്ട് കോളേജിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ അറിയുന്നൊരു ചേച്ചിയുടെ കടയാണത്. ലൈവായിട്ട് തന്നെ നമുക്ക് പരിപ്പോടയും കുറേ സ്നാക്സൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ പരിപ്പോടെ നല്ല രസമാണ്, നല്ല കിറുമുറി പരിപ്പൊടിയാണ്. പിന്നെ നമുക്ക് കേക്ക് ഓർഡർ ചെയ്യണം. നമ്മൾ കേക്ക് നമുക്കിവിടുത്തെ 1-2 ബേക്കറീസിലത്തെ കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളിവിടെ എടുത്തൊരു ചേച്ചിയുണ്ട്, അവർ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കേക്ക് ഉണ്ട്. നമുക്ക് കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമ്മുടെ പാറൂസിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക്സൊക്കെ അവരാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അവരെടുത്തേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. നിന്നെ കിട്ടില്ല അതുകൊണ്ട് പറയാതല്ല, വീട്ടിലൊന്നും പോണം, വീട്ടിലൊന്നും പോണം. ഡ്രസ്സ് ഇവന്റെ പിറന്നാള് നാളെ. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് ഈ മാസം തന്നെ 2 പിറന്നാൾ.
ഒരു മോഡൽ എന്തെങ്കിലും കാണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എന്താ ഡബിളിന്റെ അടിച്ചില്ല അമ്മ? അപ്പൊ അതിന് എങ്ങനത്തെ വേണ്ട, ഡബിൾ വേണോ അല്ലെങ്കിൽ സിംഗിൾ മതിയോ? ഞാനിപ്പോ മറ്റേ ഇത് വാങ്ങിച്ചിരിക്കുന്ന സ്പൈഡർമാനാണ്. ഹാപ്പി ബർത്ത്ഡേ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നത്. കയ്യിലെന്തെങ്കിലും മോഡലുണ്ടോ ചെയ്തത്? ബ്ലാക്ക് ഫോറസ്റ്റിന് തന്നെ പോരട്ടോ. ഏതാണ് ടേസ്റ്റ് ഏതാണ്ട് ഉണ്ടാവാ നല്ല? ഇവിടെ മറ്റേ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഹുദ കേട്ടില്ല. സ്പൈഡർമാൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം ചെയ്തതുണ്ട്, ഞാൻ കാണിച്ചു തരാം. പല ടൈപ്പിന്റെ കിടക്കണേ, ഞാൻ എഴുതി ഇട്ടിട്ടില്ല. നീ മറ്റേ കേക്ക് ചെയ്യോ? ഇതിനിടാ എടാ സാധനം ട്രെൻഡിനുണ്ടായിരുന്നില്ല ഒരു സമയത്ത്. ക്രീം കേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോക്ലേറ്റിന്റെ റേറ്റ് കൂടി. ഇതെന്താണെന്ന് വെച്ചാലേ, ഞാൻ ഡാർക്ക് കളർ പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മള് ചെറുതായിട്ട് മാത്രം കൊടുക്കുള്ളൂ. ലൈറ്റ് കളർ മതി. കളറിങ്ങിൽ എന്തായാലും ഉണ്ടാവണത്. ഇങ്ങനത്തെ കേക്കാലും മതിയല്ലേ? ഒറ്റ ലെയറിന്റെ അല്ലേ? ഇതോ? ഇതും കുഴപ്പമില്ല. ഇത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊണ്ടുപോയ കേക്കാം. നീനൊക്കെ വെച്ചിട്ട് അവനതറിയാലോ. അപ്പൊ മറ്റേ ഡെക്കറേഷൻ സഫാരി തീമില് ചെയ്താൽ മതി. അതിന് ചോക്ലേറ്റ് കൊടുത്താലോ കേട്ടോ. പറ, ഞാൻ നോക്കണം. വേറെ എന്തൊക്കെ ഉണ്ടല്ലോ? സഫാരി ടീം ഉദ്ദേശിച്ചത് ഇതിന്റെ അല്ലേ? നിന്നെ ഒന്ന് പേര് കൊടുക്ക. നിന്നെ ഒന്ന് കൊടുത്താൽ മതി. പിന്നെണ്ടല്ലോടാ നമ്മള് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ഹാർഡായിട്ട് വേണ്ട, കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് അയച്ചിട്ട് മധുരം, വല്ലാണ്ട് മധുരല്ല എന്നാലും ഹണിയൊക്കെ ഇങ്ങനെ നിക്കത്തില്ലേ, മറ്റേ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഇത്തിരി അങ്ങനെ ആക്കി ഇട്ട് വെച്ചോ. ഫിക്സ് ചെയ്യല്ലേ സാധനം? എത്ര kg ആണ് ഇത്? 1 kg ചെയ്തേക്കുന്നത്. നമ്മള് 2 kg ആകുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റും കുറച്ചും കൂടെ വിടുത്തും കൂടെ വരും. ഹൈറ്റ് വേണമെന്നില്ല, ഹൈറ്റ് വേണ്ട, വലിയ ഹൈറ്റ് വേണ്ട. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കേക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മളത് പോവാണ്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും പിന്നെ ഒരു പിസ്തയുടെയും കേക്കാണ് കേട്ടോ മേടിച്ചതല്ല, നമ്മൾ ഓർഡർ കൊടുത്തത് ഈ 2 കേക്കാണ്. അവൾ എന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കറുമുറുക ഇട്ടിട്ട് കാശിനി ട്രക്കിങ്ങിന് പോയ ഒരു ഓർമ്മ. അപ്പോൾ അതേ നമ്മൾ തിരിച്ചെത്തിയ സമയത്ത് അല്ലൂസ് വണ്ടി കണ്ട അപ്പം തന്നെ ഓടി കേട്ടോ. അല്ലുവും കാശിയും വണ്ടികളോ അറിയാത്ത വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഓടി കയറും വീട്ടിലേക്ക്. അതിനുവാണെങ്കിൽ നേരെ നമ്മളെടുത്തേക്ക് വരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റിയ സമയത്ത് അല്ലൂസ് കളിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കാറുണ്ടായിരുന്നു. ആ കാറുമ്പോൾ കൂടെ നമ്മൾ വണ്ടി ഇങ്ങനെ കയറ്റി ഇറക്കിയിട്ടോ. ഏട്ടൻ അറിയാട് കയറ്റിയതാണ്. പക്ഷെ അവൻ കിടന്നുറങ്ങുന്ന വരെ ആ വണ്ടിയും പിടിച്ച് വിഷമവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കേട്ടോ, ഈശ്വര അല്ലുവിൻ്റെ വണ്ടിയിൽ നമ്മുടെ കാർ കയറിയിട്ടിടടി എന്ന് പറയുകയാണ് ഏട്ടൻ. ഇപ്പം അല്ലോ കാറിനെന്ത് പറ്റി? കാറിനെന്ത് പറ്റിയടാ? കാർ പൊളിച്ചല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇതേത് പൂച്ചക്കുട്ടി അയിനോ ചേച്ചിയമ്മയോ ചേച്ചിയമ്മന്റെ വിളിക്കവളെ മാമേ പറൂന്ന് വിളിച്ചേ ചേച്ചിന്ന് വിളിച്ചേ എന്ത് ചെയ്യുന്നു ഐസ്ക്രീമാ ഏത് ഐസ്ക്രീം എന്താണ് പാറു അമ്മില്ലെങ്കിൽ എന്താണ് കാശിക്കുട്ടനെ അപ്പം ഞാൻ അവിടെ ഉറക്കി കെടുത്തിയത് കണ്ടിട്ട് ഐനൂസ് വന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാശി ഉറങ്ങാണല്ലോ, അവൻ്റെ കണ്ണിൽ 2 കുത്തു കുത്തിയാലോ, അല്ലെങ്കിൽ വേണ്ട പരിപ്പട കഴിച്ച് കഴിഞ്ഞിട്ട് കുത്താം അങ്ങനെ വിചാരിച്ചിട്ട് പോവുകയാണ് അവർ. ഉറങ്ങിക്കെടുക്കുമ്പോൾ അങ്ങനെ ശല്യം ചെയ്യൊന്നുമില്ല കേട്ടോ. ഞാൻ എടുത്ത് കെടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കെടുക്കുന്നല്ലാണ്ട് ഉറങ്ങിക്കെടുക്കുന്ന പിള്ളേരെ പോയി വിളിക്കുക അങ്ങനത്തെ ശീലം 3 പേർക്കും ഇല്ല. അപ്പോൾ അതേ പാല് കൊടുക്കുകയാണ് മേമ്മ. പാലൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ പാറൂസിന് ഒരു 2-3 ദിവസം അടുപ്പിച്ച് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വരും. പക്ഷേ പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അശാത്തിക്ക്. അതുകൊണ്ട് പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവടല്ലേ, അതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മേ പാലിന് ഒരു ടേസ്റ്റ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് പറ്റി? അയ്യോ ആരാണ് പൊന്നെ? ആരാ ചെയ്തത്? വെല്ലിശനാ? അത് കുഴപ്പമില്ല, ഇറ്റ് സഡൻലി ഹാപ്പൻ. കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു പോരാൻ പറ്റണില്ല, ആത്മാവ് എടുത്ത് കളിക്കുന്നുണ്ട്. പാല് വേണ്ടാതെ പറഞ്ഞാൽ പറ്റില്ല, മിഠായി തരില്ല. അപ്പോൾ ഇതേ കാശിക്കുട്ടൻ ഉറങ്ങണ എടുത്തത് പാറൂസും കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഉറങ്ങാനല്ല ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പിള്ളേരാണെങ്കിൽ പുറത്ത് പോകേണ്ട വാശിയും. അപ്പോൾ അവരൊന്ന് ഒതുങ്ങിയ സമയത്ത് എടുത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കീത്തുവിന് കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഡ്രസ്സുകൾ ഇപ്പോൾ എന്തെടുത്തിട്ടുണ്ടെങ്കിലും അവളെടുത്ത് വേഗം കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കേട്ടോ അവളും എന്തെടുത്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് പൊട്ടിച്ച് കാണിച്ചിരിക്കും. അപ്പം ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാശിക്ക് എടുക്കുന്ന ഡ്രസ്സ് ഫുള്ള് അല്ലൂന് നല്ല പക്കയായിരിക്കും. അപ്പം ഞങ്ങൾ ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിള്ളേരുടെ ഡ്രസ്സ്. ഇപ്പം അല്ലൂസിന് ബ്ലാക്ക് ഷർട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ചൊക്കെ നോക്കി നല്ല രസമുണ്ട്. ഇപ്പം അവന് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് അവൻ മാത്രമല്ല ഇടുക. കാരണം 3 പേർക്ക് എടുക്കുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിടും. അവർ വലുതാകുമ്പോഴും അങ്ങനെ തന്നെ ആവണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഒരാൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കി 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാവണം. കാരണം ഇവിടെ നിതീഷേട്ടനും നിഖിലേട്ടൻ എങ്ങനെയാണ്, നിതീഷേട്ടൻ എടുക്കുന്നത് ഫുള്ള് നിഖിലേട്ടനുള്ളതാണ്, നിഖിലേട്ടൻ എടുക്കുന്നത് ഫുള്ള് നിതീഷേട്ടനുള്ളതാണ്. അങ്ങനെയാണ് ഇവർ രണ്ടാളും ശീലിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കളും. ഇവിടെ ഒരാൾക്ക് ഐനൂന് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അല്ലൂസിനും ഇടിക്കും, കാശിക്കൂട്ടനും ഇടിക്കും. കാശിക്കൂട്ടൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 പേർക്കും ഇടിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അത് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് എടുക്കണേ. പിന്നെ ഐനൂസിന് അല്ലുവിനേക്കാളും കാശിനേക്കാളും കുറച്ചും കൂടെ സൈസ് കുറവ് വേണ്ടുള്ളൂ. അവന് കുറച്ചും കൂടെ ഇങ്ങനെ ലോഹയായിട്ട് കിടക്കും. അല്ലൂസിന് പക്കയായിരിക്കും, നല്ല ഭംഗിയുണ്ടാവും. അതായത് കാശിക്ക് ഇടുന്നതൊക്കെ അല്ലൂന് നല്ല പക്ക മാച്ച് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളെയാണ്. നമ്മുടെ രാവിലെയും സദ്യയും വൈകുന്നേരത്തെ ഒരു സെലിബ്രേഷനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ചെറിയൊരു പർച്ചേസിങ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ പാറൂസിൻ്റെ ഓരോരോ കളികളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കാശിക്കുട്ടൻ്റെ 2ാമത്തെ പിറന്നാളിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആരും വീഡിയോ കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.